രാമാനുജ തേങ്ങ ഉടയ്ക്കണ ഭഗവാനെ പൊലിപ്പിക്കണേ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? ഹായ് ഫ്രണ്ട്സ്, ന്യൂജനൈസ്പിത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ടൊക്കെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സബ് ഊഫറൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സബ് ഊഫറിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര എഫക്റ്റ് കിട്ടുന്നില്ല എന്ന വിഷമത്തിലായിരിക്കും നിങ്ങൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സബ് ഊഫറോ അല്ലെങ്കിൽ സ്പീക്കറോ ഉണ്ടെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള ആംപ്ലിഫയർ എങ്ങനെ അസംബിൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വാങ്ങാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കും മുമ്പേ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ ഒരുപാട് ബ്രാൻഡുകളുടെ സബ് ഊഫറും സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പല വാട്ട്സിലുള്ളത്, പല സൈസിലുള്ളത്, പല ഇമ്പിഡൻസിലുള്ളത് എന്നിങ്ങനെ ഇവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഏതൊരു സബ് ഊഫറിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെയും ബാക്ക് സൈഡ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ പവർ റേറ്റിങ്ങും ഇമ്പിഡൻസ് റേറ്റിങ്ങും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സബ് ഊഫറിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ആംപ്ലിഫയർ പണിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഇമ്പിഡൻസ് റേറ്റിങ്ങും പവർ റേറ്റിങ്ങും എന്താണെന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഈ ആംപ്ലിഫയർ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഇനി പവർ വാല്യൂവിലേക്ക് വന്നാൽ രണ്ട് തരത്തിലുള്ള വാല്യൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഒന്ന് RMS വാല്യൂവും രണ്ട് പീക്ക് വാല്യൂവും. ഇതിൽ RMS വാല്യൂ എന്തെന്ന് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ സബ് ഊഫറിന് ഡാമേജ് ഒന്നും കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് നൽകാൻ കഴിയുന്ന ഒരു ഔട്ട്പുട്ടിനെയാണ് അതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീക്ക് വാല്യൂ എന്തെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേക്ക് ആ ഒരു സബ് ഊഫറിന് നൽകാൻ കഴിയുന്ന ഒരു ഔട്ട്പുട്ടിനെയാണ് പീക്ക് പവർ എന്ന് പറയുന്നത്. മറ്റൊന്ന് അതിൻ്റെ ഇമ്പിഡൻസ് റേറ്റിംഗ് ആണ്. ഒരു സബ് ഊഫറിലേക്ക് കൊടുക്കുന്ന സിഗ്നലിന് ആ സബ് ഊഫറിൻ്റെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇമ്പിഡൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സബ് ഊഫറിന് അല്ലെങ്കിൽ സ്പീക്കറിലൊക്കെ 8 ohms 6 ohms എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഇമ്പിഡൻസ് റേറ്റിംഗ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓംസ്. അപ്പോൾ ഈ രണ്ട് കാര്യം, അതായത് RMS റേറ്റിംഗും ഇമ്പിഡൻസ് വാല്യൂവും നോക്കി വേണം സ്പീക്കറിന് അല്ലെങ്കിൽ സബ് ഊഫറിന് വേണ്ടി നമ്മൾ ആംപ്ലിഫയർ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി മിക്ക ആളുകൾക്കും സംശയമുള്ളത് സബ് ഊഫറിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും. അതിൽ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് JBLൻ്റെ സബ് ഊഫറുകൾ ആയിരിക്കും. ഈ സബ് ഊഫറുകളിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക JBL 1500 അല്ലെങ്കിൽ 1200 എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ സബ് ഊഫറിൻ്റെ പീക്ക് പവറാണ് അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം ആ സബ് ഊഫറിന് ഹാൻഡിൽ ചെയ്യാവുന്ന പറ്റുന്ന പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ പീക്ക് പവർ നോക്കി ഒരു സബ് ഊഫറിൻ്റെ ആംപ്ലിഫയർ, അതായത് സബ് ഊഫർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ആംപ്ലിഫയർ ആ പവറിനനുസരിച്ച് ഒരു കാരണവശാലും പണിയാൻ പാടുള്ളതല്ല. 1000-1500 വാട്ട്സിനൊക്കെ നമ്മൾ ആംപ്ലിഫയർ പണിത് ഈ തരത്തിലുള്ള സബ് ഊഫറിലേക്ക് കണക്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ സബ് ഊഫർ ഡാമേജ് ആയി പോകുന്നതാണ്. ഇനി നമ്മൾ ഇതേ ഊഫറിൻ്റെ RMS പവർ നോക്കിയാൽ 275 വാട്ട്സ് മുതൽ 325 വാട്ട്സിൻ്റെ ഇടയിലായിരിക്കും സാധാരണ മിക്ക സബ് ഊഫറുകളുടെയും RMS റേറ്റിംഗ് വരുന്നത്. ഞാൻ പറയുന്നത് ഒരു 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ വലിപ്പം വരുന്ന സബ് ഊഫറുകളെ കുറിച്ചാണ്. ഇനി പൈനീർ പോലുള്ള സബ് ഊഫറിന് 400 വാട്ട്സ് വരെ RMS കണ്ടുവരുന്നുണ്ട്. ഈ RMS റേറ്റിങ്ങും ഇമ്പിഡൻസ് റേറ്റിങ്ങും നോക്കിക്കൊണ്ട് വേണം നമ്മളൊരു ആംപ്ലിഫയർ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളൊരു 270 അല്ലെങ്കിൽ 300 വാട്ട്സ് RMS ഉള്ള ഒരു സാധാരണ 4 ohms വർക്ക് ചെയ്യുന്ന സബ് ഊഫറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 4 MOSFET അല്ലെങ്കിൽ 6 MOSFET വരുന്ന സബ് ഊഫറിൻ്റെ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപയോഗിച്ച് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള 4 MOSFET അല്ലെങ്കിൽ 6 MOSFET വരുന്ന ബോർഡുകളിൽ ഒരു 250 വാട്ട്സ് മുതൽ 350 വാട്ട്സ് വരെ RMS നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.